ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്മസുമായിട്ടുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 2025 ഒരു ക്രിസ്മസ് കൂടി ആഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ തിരുപ്പിറവിയെ കുറിച്ച് നമുക്ക് കൊണ്ടാടുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തു ജനിച്ച വർഷത്തെക്കുറിച്ചും തീയതിയെക്കുറിച്ചുമെല്ലാം പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരു പക്ഷേ ആ സംശയം നിങ്ങളിലും ഉണ്ടായിക്കൂടായിക ഇല്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗമഹിമകൾ വെടിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായി ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു എന്നതിനെ ആരും നിഷേധിക്കുന്നില്ല. അവൻ വന്നു പിറന്നതോടെ ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചു. ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തു വർഷമെന്നും 2001 BC-യും AD-യും. നമുക്കറിയാം, ക്രിസ്തു വർഷം 2025 ഇപ്പോൾ. ദൈവം മനുഷ്യനായി തീർന്ന ആ മഹൽ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. ആ നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശ്ന കലുഷിതമായ അസമാധാനം കൊടികുത്തി വാണിരുന്ന നാളുകളായിരുന്നു അവ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവിക ആലോചന അറിഞ്ഞിരുന്ന ജനം, ഇവിടെ നമുക്ക് കാണുന്നത് മലാഖി പ്രവചനത്തിന് ശേഷം ദൈവശബ്ദം കേട്ടിരുന്നില്ല. ഒരു പ്രവാചകനും ആരോടും ദൈവശബ്ദം അവരെ അറിയിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനം ദൈവത്തെ മറന്ന് ദൈവകൽപ്പന മറുതലിച്ചുകൊണ്ട് അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു. അങ്ങനെയുള്ള ഒരു കാലയളവായിരുന്നു ആ കാലയളവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 400 വർഷങ്ങൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ഈ കാലം നിശബ്ദ വർഷങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാലയളവിൽ യെരുശലേം റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ആയിരുന്നു. ദൈവത്തിൽ നിന്നും അകന്നുപോയ തന്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ക്രിസ്മസ് സൂചിപ്പിക്കുന്നത്. അതിനെപ്പറ്റി ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ 400 നിശബ്ദ വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ കാണുന്നത് കാലസമ്പൂർണത വന്നു. ദൈവം നിശ്ചയിച്ച സമയമായി. ആ സമയമായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് നമുക്ക് കാണുന്നത് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് കാണാം. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-ാം അധ്യായത്തിലെ 14-ാം വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വചനമായിരുന്ന ദൈവം ജഡമെടുത്ത് മനുഷ്യനായി തീർന്ന സംഭവമാണ് ക്രിസ്മസ്. യേശു എവിടെയാണ് ജനിച്ചത്? ശിശുവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാലേ. എന്നാൽ പ്രശ്നസങ്കീർണമായ ആ നാളുകളിൽ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ മസിഹ വരും എന്ന് യഹൂദജനം വിശ്വസിച്ചിരുന്നു. കാരണം പ്രവാചകനായ യെശയ്യാവും മീഖായും യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിലെ 2-ാം വാക്യം പ്രകാരം വായിക്കുന്നു: നീയോ
ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അതിർത്തിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിക്കും. ബേത്ലഹേമിൽ യേശു വന്ന് ജനിക്കുമെന്ന് മീഖ പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് മുന്നമേ ഇത് പറഞ്ഞിരിക്കുകയാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അപ്പത്തിന്റെ ഭവനം എന്നാണല്ലോ. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ ജനിച്ചു. മീഖ പ്രവാചകന്റെ പ്രവചനം നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇടയായ സംഭവം കൂടി നമുക്ക് നോക്കുന്നതല്ലായിരിക്കുമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, അതിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഔഗസ്തോസ് കൈസറുടെ കാലത്ത് നടന്ന സെൻസസിൽ എല്ലാ പൗരന്മാരും അവരവരുടെ ജന്മനാട്ടിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിലും 10 വർഷത്തിൽ ഒരിക്കൽ വീതം സെൻസസ് നടക്കുന്നു. നമ്മുടെ വ്യത്യസ്ത മേഖലകളിലെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും ജനസംഖ്യ അറിയുവാനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിൽ നമ്മൾ ജനസംഖ്യ എടുക്കുന്നത്, സെൻസസ് കണക്കെടുക്കുന്നത്. എന്നാൽ ഈ റോമ ഗവൺമെന്റിന്റെ അധീനതയിൽ ഇവിടെ നടന്ന ആ സെൻസസില് പട്ടാളത്തിൽ ആളെ ചേർക്കുവാൻ തക്കവണ്ണം ജനസംഖ്യ കണ്ടുപിടിക്കുവാനും മറ്റുമായിട്ടായിരുന്നു ആ സെൻസസ് അവിടെ നടന്നത്. അപ്പോൾ യോസെഫ് അതുകൊണ്ട് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഗർഭിണിയായ മറിയ സമേതയായി ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് പോയി. ഈ സംഭവം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പുറമോട്ട് പോയി പറയേണ്ടതായ കാര്യങ്ങളും ഉണ്ടല്ലോ, നമുക്കറിയാം. എന്നാൽ കൂടുതൽ പറഞ്ഞ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അതായത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാല് പിന്നെ ആ വിവാഹം നടക്കുന്നത് വരെയും ഈ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാനൊന്നും പാടില്ല. അതിനിടയിൽ ആരുടെയും ഭാഗത്ത് ജീവിതത്തിൽ എന്തെങ്കിലും അവിശ്വസ്തത ഉണ്ടായിരുന്നാല് പിന്നെ മാത്രമേ വിവാഹ മോചനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവിശ്വസ്തയാകുന്ന ആളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് നിയമം. എന്നാൽ നമുക്കറിയാം, മറിയ ഗർഭിണിയായത് എങ്ങനെയാണ് നമുക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാലാണ് താൻ ഗർഭിണിയാകുന്നത്. അതിനു മുൻപ് മറിയയോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറയുന്നുണ്ട് വിവരം. അവൾ പറയുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീയാണ്, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു പറയോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തിയാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മറിയെ നമ്മളോട് കാണുന്നത്. അങ്ങനെ മറിയ ഗർഭിണിയായിരിക്കുകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യോസഫിന്റെ ചെവിയിൽ ഈ വാർത്ത എത്തി. യോസഫ് ആകെ അസ്വസ്ഥനായി തീർന്നു. താൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് മറിയെ. എന്നാൽ എപ്രകാരം ഈ കുടുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടും? മറിയയ്ക്ക് പ്രയാസമൊന്നും ഉണ്ടാകരുത്, തനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വിവാഹം ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ടാണ് യോസഫ് തീരുമാനിക്കുന്നത്. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ നമുക്കറിയാം, ദൈവദൂതൻ സ്വപ്നത്തിലെ യോസഫിന് പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട്, മറിയെ നിന്റെ ഭാര്യയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയെ ചേർപ്പാൻ നീ മടിക്കേണ്ട, അവളിൽ ഉത്പാദിതമായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറഞ്ഞ് യോസഫിന് ആ വിവരങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് യോസഫ് സന്തോഷത്തോട് പ്രിയ തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭക്തിയെ താൻ ചേർക്കുകയാണ്. ഗർഭിണിയായ ആ ഭാര്യയെ കൂട്ടിക്കൊണ്ട് താൻ യഹൂദയിലെ ബേത്ലഹേമിലേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ ബേത്ലഹേമിൽ അവർ എത്തിയപ്പോൾ മറിയയ്ക്ക് പ്രസവത്തിന്റെ സമയമായി. വഴിയമ്പലത്തില് സ്ഥലം കിട്ടുവാനായിട്ട് അവർ പരിശ്രമിച്ചു. അവിടെ സ്ഥലമൊന്നും കിട്ടുകയില്ല. എന്നാല് എവിടെ പ്രസവിച്ചു എന്ന് ബൈബിളിൽ ആ ഭാഗത്ത് പറയുന്നില്ല. മറിയ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. ശീലകൾ പൊതിഞ്ഞ് ആ പിഞ്ച് ശിശുവിനെ താൻ കിടത്തിയത് സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. നമുക്കറിയാം, പശുത്തൊട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊക്കെ പശുവിനെ വളർത്തുന്നിട്ടുള്ള ആളുകൾക്കും വളർത്തുന്നവർക്കും അറിയാം, പശു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ചെറുതായിട്ടുള്ള സ്ഥലമാണ്. പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ വെള്ളമൊക്കെ അവിടെ വെച്ച് കൊടുത്ത് കുടിക്കുന്നതിനും തിന്നുന്നതിനുള്ള സ്ഥലം. എന്നാൽ യഹൂദന്മാരുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഈ പശുത്തൊട്ടി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. ആ യാത്ര ചെയ്തു പോകുന്ന ആളുകള്
പിന്നെ ഇങ്ങനെയുള്ള വഴിയമ്പലങ്ങളോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ തങ്ങളുടെ പശുക്കളുമായിട്ട് അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് അവിടെ താമസമാകുകയാണ്. അപ്പോൾ അതിന്റെ ഉടമസ്ഥർക്ക് കിടക്കുവാനും പശുക്കൾക്ക് ആവശ്യമായ തീറ്റയെല്ലാം വെച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം, കുറച്ച് വിശാലമായ ഒരു മുറി പോലെയുള്ള ഒരു സൗകര്യമാണ് അവിടെ ഉള്ളത്. അവിടെയാണ് ഈ വൈക്കോലും പുല്ലും ഒക്കെ ഇട്ടിരിക്കുന്നതിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഉടമസ്ഥർക്ക് അവിടെ കിടക്കുക. പശുക്കൾക്ക് അതിന്റെ കറ്റയായിട്ടുള്ളത് എടുത്തിട്ട് കൊടുക്കും. അങ്ങനെയുള്ള സ്ഥലമാണ് കുഞ്ഞിനെ കിടത്തുവാനായിട്ട് അവർക്ക് ലഭിച്ചത്. അവിടെ കിടത്തി ദൈവം തന്റെ പ്രവാചകനിലൂടെ അറിയിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടേണ്ടതിന് നോക്കുക, കാലങ്ങളെയും വ്യക്തികളെയും കാരണങ്ങളെയും കൃത്യമായിട്ട് ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മീഖ പ്രവചിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. ഇനിയും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഇത്രയും ഞാൻ അതിന്റെ പ്രാരംഭമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ മഹാസന്തോഷത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2025 വർഷവും സന്തോഷഭരിതമായി ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും നക്ഷത്രജാലവും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ആളുകൾ വീടുകളൊക്കെ മൂടി പിടിപ്പിക്കുന്നു, ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്നു, കേക്കുകൾ വിതരണം ചെയ്യുന്നു, ഗായക സംഘങ്ങൾ സസന്തോഷം ഈ സന്തോഷം മധുരതരങ്ങളായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രഘോഷിക്കുന്നു, പുത്തൻ വസ്ത്രങ്ങൾ അണിയുന്നു, ഉല്ലാസയാത്രകൾ നടത്തുന്നു. എത്രയെത്ര സന്തോഷകരമായ മുഹൂർത്തങ്ങൾ. നമുക്കറിയാം, മദ്യശാലകളിൽ വിൽക്കുന്ന മദ്യത്തിന് കണക്കില്ലാത്ത ഒരു വരുമാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു. ബീവറേജസുകളിലൊക്കെ ഭയങ്കര കച്ചവടം നടക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെ സന്തോഷപൂരിതമായ ഒരു സമയം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ദീപാലങ്കാരങ്ങളാൽ വീടുകളും കടകളും വ്യവസായശാലകളും മദ്യഷാപ്പുകൾ പോലും വർണ്ണാഭമായിരിക്കുന്ന കാഴ്ച എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ സന്തോഷ സുദിനത്തിൽ യേശു കർത്താവ് ഒരു വെള്ളി നക്ഷത്രമായി നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുവോ? എന്റെ ചോദ്യം അതാണ്. ഈ സന്തോഷ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വെള്ളി നക്ഷത്രമായി പ്രകാശിക്കുന്നുണ്ടോ? യേശുവില്ലാത്ത ഹൃദയത്തിന് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് ഇതുവരെയും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ 2025 ഈ ക്രിസ്മസ് കാലം താങ്കളുടെ രക്ഷാദിനമായി തീരുവാൻ തക്കവണ്ണം യേശുവിനായി നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ ദിനത്തിന്റെ പ്രത്യേകതകളും അതിൽ നമ്മുടെ പങ്കാളിത്തവും എങ്ങനെ ആയിരിക്കണം എന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ക്രിസ്മസ് പെരുന്നാൾ എന്നൊക്കെ എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് നമുക്കിത് ഒരു പെരുന്നാളായിട്ട് ഞാൻ പറയാം. ഒന്നാമത് ഭയത്തെ ദൂരീകരിക്കുന്ന ഒരു പെരുന്നാളാണ് ക്രിസ്മസ്. ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. ദൈവദൂതൻ ഏകാന്തതയിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഭയചകിതരായി യഹൂദ മലഞ്ചെരിവുകളിൽ വെളിംപ്രദേശത്ത് ആടുകൾക്ക് കാവൽ കിടന്നിരുന്ന വിശ്വസ്തരും വിനയാന്യതരുമായ ഇടയന്മാരോട് പറയുന്നു, ഭയപ്പെടേണ്ട. ആ ഇടയന്മാരുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പകൽ അന്തിയോളം ആടുകളുടെ പിന്നാലെ അവയെ തെളിച്ച് നടന്ന് അവയെ തീറ്റി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആവശ്യമായ വെള്ളമെല്ലാം കൊടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവയെ ഒന്നിച്ചു ചേർത്ത് ഒരു പക്ഷേ അതിന് ചുറ്റും ഒരു വലയൊക്കെ കെട്ടി അതിനെ അവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പകലത്തെ അവരുടെ അധ്വാനം എത്രമാത്രമുണ്ട്. അത് കഴിഞ്ഞാലോ എന്താണ് സംഭവിക്കുന്നത്? രാത്രിയിൽ ഇങ്ങനെ അവർക്ക് പിന്നെ പേടിക്കാറുണ്ട്. പകൽ അവർക്ക് തീറ്റ കൊടുക്കണം, മറ്റ് ശത്രുക്കളിലുള്ള സംരക്ഷണം വേണം. രാത്രിയിൽ കള്ളന്മാരുടെ ശല്യം അവിടെ ഉണ്ട്. കള്ളന്മാരായിട്ടുള്ള ആടുകൾ വന്ന് ആടുകളെ കൂട്ടമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ദുഷ്ടമൃഗങ്ങളൊക്കെയും പലപ്പോഴും വന്ന് ഇവയെ ആക്രമിച്ച് കൊന്നു തിന്നാറുണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ ഈ ഇടയന്മാർ രാത്രി ഉറക്കളച്ച് കാവലിരിക്കുന്ന ആളുകളാണ്. വെളിം പ്രദേശത്ത് വിജനമായ ഒരു സ്ഥലത്താണ് ഈ ആടുകളുമായിട്ട് ഇവരായിരിക്കുന്നത്. അവിടെ കിടന്ന് വിളിച്ചു പോയാൽ പോലും കേൾക്കാൻ ആരുമില്ല. ഭയചകിതരായിരിക്കുന്നവർക്ക് ഒറ്റ ആശ്രമേ അവിടെ ഉള്ളൂ, അത് സർവശക്തമായ ദൈവം മാത്രമാണ്. അവർ തങ്ങളുടെ ജോലി വളരെ വിശ്വസ്തയോട് കൃത്യനിഷ്ഠയോട് ചെയ്യുന്ന ആളുകളാണ്. പകലാടുകളെ നന്നായി നോക്കുന്നു, രാത്രിയിൽ അവയെ സുരക്ഷിതമായ സ്ഥാനങ്ങളില് അവയെ സംരക്ഷിക്കുന്നു, ഉറക്കിളച്ചവയ്ക്ക് കാവലിരിക്കുന്നു. നോക്കുക, എത്ര വിശ്വസ്തയോട് തങ്ങളുടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദൈവാശ്രയമുള്ള ഒരു ജനഭാവം. ആ ആളുകള് വളരെ വിനയാന്വിതരായിട്ടുള്ള ആളുകളാണ്. അവരാണ് ദൈവശബ്ദം കേൾക്കുവാൻ അവർക്കാണ് സാധിച്ചത്. ഭയപരവശനായി അവർക്ക് ദൈവദൂതൻ പ്രത്യക്ഷനായി. കർത്താവിന്റെ തേജസ് ചുറ്റും പ്രകാശിച്ചു. അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നവരോട് പറയുകയാണ്. അവർ ആശ്വാസത്തിന്റെ ശബ്ദം കേട്ടു, ഭയപ്പെടേണ്ട എന്നുള്ളത്. ഈ ക്രിസ്മസ് നാളുകളിൽ ഭയത്തോടെ കഴിയുന്ന സുഹൃത്തെ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗം തയ്യാറാണ്. രോഗമോ ദുഃഖമോ ദുരിതമോ കഷ്ടതയോ കടഭാരമോ എന്തുമാകട്ടെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കൂ. 2025 ക്രിസ്മസ് നിങ്ങളുടെ ഭയ ആശങ്കകളെ ദൂരീകരിക്കുന്നതായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ. രണ്ടാമതായി, ഇത് സന്തോഷത്തിന്റെ ഒരു പെരുന്നാളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം തന്നെ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥമായ സന്തോഷം നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒഴുകുന്ന കഷ്ടപ്പാടുകളുടെയും നടുവിലായിരിക്കുന്ന പാപജീവിതം നയിക്കുന്ന ഒരുവൻ സന്തോഷം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അവനൊരിക്കലും സന്തോഷം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ചില നൈമിഷികമായ സന്തോഷത്തിന് വേണ്ട ചില കുറുക്ക് വഴികളിലൂടെ അവൻ സന്തോഷം അനുഭവിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ അതിന്റെ ഫലം എന്താണ്? വീട് കഷ്ടവും നഷ്ടവും മാത്രമാണ് പിന്നീട് ദുഃഖത്തിലും വേദനയിലും അതവനെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്കായി 2025 വർഷങ്ങൾക്ക് മുമ്പേ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും വിടുവിച്ച് ദുഃഖവും നെടുവീർപ്പും നീക്കിക്കളഞ്ഞ് നിത്യ സന്തോഷം നൽകുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. യേശു ക്രിസ്തുവിലൂടെ ആ വലിയ സന്തോഷം പ്രാപിക്കുന്നതോടൊപ്പം ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ സന്ദർശിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കരുതുവാനും സഹായിക്കുവാനും ഒരു പങ്കിടലിന്റെ സന്ദർഭമായി ഈ ക്രിസ്മസ് കാലം സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം. എത്രയോ ആളുകൾ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ, ശോധനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, നിരാശയിലായിരിക്കുന്നവരെ അടുക്കേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ, പ്രത്യാശയുടെ ഒരു സന്ദേശം അവർക്ക് കൊടുക്കുവാൻ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് കൊടുത്തവരെ ഒന്ന് സഹായിക്കുവാൻ, അവരെ നമ്മോട് ചേർത്തൊന്ന് പിടിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തില് നിശ്ചയമായിട്ടും അത് സന്തോഷത്തിന്റെ ഒരു പെരുന്നാൾ തന്നെ ആയിരിക്കും. മൂന്നാമതായി, സമാധാനത്തിന്റെ പെരുന്നാൾ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഈ ശിശുവിനെ കുറിച്ച് ഇപ്രകാരമാണെന്ന് പറഞ്ഞത്. യേശു ഈ ലോകത്തിൽ വന്നു തന്റെ ദൗത്യം നിറവേറ്റി 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അവന്റെ മരണത്താൽ നമുക്ക് നിത്യജീവൻ നൽകി സ്വർഗീയ സമാധാനത്താൽ തന്റെ കുഞ്ഞുങ്ങളെ അവൻ നിറച്ചിരിക്കുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല, ശാശ്വതമായ സമാധാനമത്രേ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഉഴലുന്ന ജീവിതങ്ങൾക്ക് സമാധാന സംസ്ഥാപകനായ ക്രിസ്തുവിൽ കൂടെ നിത്യ സമാധാനം പ്രാപിക്കാം. നാലാമതായി, ഇതൊരു വെളിച്ചത്തിന്റെ പെരുന്നാളാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം.
ഇരുട്ടിൽ നടന്നിരുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ് ഉള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അന്ധകാരപൂരിതമായ ദേശത്തെ പ്രകാശശോഭിതമാക്കി മാറ്റി. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുക്രിസ്തുവിൽ നിന്നും കത്തിച്ച ഒരു ദീപനാളമായി നാം തീരുമ്പോൾ ഹൃദയത്തിലെ അന്ധകാരം നീങ്ങി വെളിച്ചത്തിന്റെ പ്രഭയാൽ പ്രശോഭിതമാകും. ക്രിസ്തുവിൽ നിന്നുള്ള ഈ ദിവ്യപ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പ്രകാശത്തിന്റെ വാഹകരായി ശോഭിപ്പാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അഞ്ചാമതായി, ഇത് സമർപ്പണത്തിന്റെ ഒരു പെരുന്നാളാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയുടെ കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മൂരും കുത്തിരിക്കവും കാഴ്ചവെച്ചു. കിഴക്ക് നിന്നും വന്ന രാജാക്കന്മാർ, അല്ലെങ്കിൽ വിദ്വാൻമാർ, അതല്ലേ വാനശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രവചന പാഠവും ഉണ്ടായിരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം ഉള്ള ആളുകളായിരുന്നു അവരെ. എത്ര പേരെന്ന് ഇവിടെ പറയുന്നില്ല. പലപ്പോഴും 3 എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് അവർ കാഴ്ചവെച്ച 3 വസ്തുക്കളുടെ വെളിച്ചത്തിലാണ്: പൊന്ന്, മൂര്, കുന്തിരിക്കൻ. അതുകൊണ്ട് വിദ്വാൻമാർ 3 പേരാണ് നമ്മൾ പറയുക. അവരുടെ സംഖ്യ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന ബിലയാമിന്റെ പ്രവചനം അവർ വായിച്ചറിഞ്ഞതായിരിക്കാം. അവർ യേശു ശിശുവിന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചയർപ്പിച്ചു. രാജാധിരാജന് അവർ സമ്മാനിച്ച പൊന്ന് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെയും മഹത്വത്തിന്റെയും ചിഹ്നമാണ്. രാജാതിരാജാവായ ആ പൈതലിനെ കുറിച്ച് അവർ മനസ്സിലാക്കി, ഇത് രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. അതുകൊണ്ട് ആ പൈതലിന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചതായ പൊന്ന് ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അവരുടെ രാജ്യത്വത്തെയും കാണിക്കുന്ന അടയാളമായിട്ടാണ് അവർ ചെയ്തത്. പിന്നെ കുന്തിരിക്കം എന്നത് പാപരഹിതമായ പരിപൂർണ ജീവിതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയില് ജീവിച്ചത് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരായിട്ടാണ്. അപ്പോൾ പിന്നെയും നാം കാണുന്നത് മൂര് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നതിനായി താൻ അനുഭവിക്കേണ്ട യാതനകളെയാണ് ചിത്രീകരിക്കുന്നത്. ഇന്ന് യേശു കർത്താവ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം സഹിച്ച് അവൻ മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നും കൊണ്ട് തന്റെ രക്തത്താൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട തന്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നാം കാഴ്ചയായി അവന്റെ മുമ്പിൽ എന്ത് സമർപ്പിക്കും? പൊന്ന്, മൂര്, കുന്തിരിക്കം വിദ്വാൻമാർ സമർപ്പിച്ചതുപോലെ നമുക്ക് എന്താണ് ആ രാജാവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത്? നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ഹൃദയത്തെ അവന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച് അവന്റെ രാജ്യത്തെ നമുക്ക് സ്വീകരിക്കാം, അവന്റെ ദൈവത്വം നമുക്ക് അംഗീകരിക്കാം, അവന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആറാമതായി രൂപാന്തരത്തിന്റെ പെരുന്നാളാണ് ഇത്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹെരോദാവിന്റെ അടുക്കൽ പോകാതിരുന്നിട്ടും ഞാൻ ആ ഭാഗം കൂടുതൽ വിവരിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഹെരോദാവ് തിരിച്ച് ഈ പൈതലിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരണം, എനിക്കും പടത്തിനാണെന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടത്. എങ്കിലും ദൈവിക ആലോചന അവർക്ക് തയ്യാറായില്ല. എന്നാൽ പോലും ഹെരോദാ രാജാവ് വിദ്വാൻമാരോട് ചോദിച്ചതിന് സമയം വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ട് യഹൂദയിൽ തനിക്കെതിരായി ഒരു രാജാവ് ഉണ്ടാകാതിരിക്കുവാൻ 2 വയസ്സിന് താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. എന്നാൽ ഇവിടെ നാം കാണുന്ന പ്രധാന കാര്യം അതല്ല. യേശുവിനെ ആത്മാർത്ഥ ഹൃദയത്തോട് ശ്രദ്ധിക്കുന്നവർ ആരും തന്നെ വന്ന വഴിക്ക് പോകയില്ല എന്നുള്ള സത്യമാണ്. ഈ കിഴക്കുനിന്ന് വന്ന ഈ രാജാക്കന്മാരുടെ വിദ്വാൻമാർ അവരെ ശിശു ആയിരിക്കുന്ന സ്ഥലം വരെ നക്ഷത്രം അവരെ എത്തിച്ചു.
അവർ ശിശുവിന് തിരുമുൽ കാഴ്ചയായി പൊന്നും മൂരും കുന്തിരിക്കവും സമർപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവരോട് പറഞ്ഞു, നിങ്ങൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പാടില്ല. വേറെ വഴിയായിട്ട് സ്വദേശത്തേക്ക് പോകാൻ പറഞ്ഞവർ വേറെ വഴിയായിട്ട് കടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആത്മാർത്ഥ ഹൃദയത്തോട് സന്ധിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും നേരത്തെ ഉണ്ടായിരുന്ന ആ വഴിയിലേക്ക് പോവുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ ദൈവം തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് അനുതാപത്തോട് ദൈവസന്നിധിയിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. വീണ്ടും അവൻ ആ പാപ വഴിയിലേക്ക് കടന്നു പോവുകയില്ല. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ ജീവിതം രൂപാന്തരപ്പെടും. അതിനാലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. രൂപാന്തരം പ്രാപിച്ച ദൈവമക്കളായി ജീവിപ്പാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ അതിനായി സമർപ്പിക്കാം. അവസാനമായി 7ാമത്തെ കാര്യം, യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു പെരുന്നാൾ ആകട്ടെ ഈ ക്രിസ്മസ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിലെ 17-18 വാക്യങ്ങളിൽ ഇടയന്മാർ ശിശുവിനെ കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. ഈ ഇടയന്മാരോട് ദൂതനാണ് എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിച്ചത് ദൂതനാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന, അതായത് ഒരുത്തർക്ക് വേണ്ടിയുള്ളതല്ല, ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല, ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള, സർവ്വജനത്തിനു വേണ്ടിയുള്ള ഒരു മഹാസന്തോഷം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്ത, ആ പൈതലിനെ കുറിച്ച് അറിഞ്ഞത് ഈ ആട്ടിടയന്മാര് മറ്റുള്ളവരോട് പറയുകയാണ്. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ദൈവദൂതൻ ഇടയന്മാരെ അറിയിച്ച സുവിശേഷം എന്തായിരുന്നു? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ വാർത്ത ആണ്, ഈ സുവിശേഷമാണ് സാധാരണക്കാരായ ഇടയന്മാർ ലോകത്തോട് അറിയിച്ചത്. ഈ പാവപ്പെട്ട ഇടയന്മാരാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ രക്ഷയുടെ സുവിശേഷം ആദ്യമായി അറിയിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ സുവിശേഷം ആരുടെങ്കിലും പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നും വ്യതിചലിച്ച് 2025 വർഷത്തെ ഈ ക്രിസ്മസ് 2025 വർഷങ്ങൾക്ക് മുമ്പായി ബേത്ലഹേമിൽ വന്നു പിറന്ന രക്ഷിതാവിനെ കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം ഒരു വ്യക്തിയോടെങ്കിലും പറയുമെന്ന തീരുമാനത്തോട് നമുക്ക് ദൈവവചനം പ്രഘോഷിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നമ്മൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക. 2025 വർഷങ്ങളായി ഈ സംഭവം നടന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് വന്നിട്ടോ നമ്മുടെ വയസ്സ് എത്രയുണ്ടോ അത്രയും വർഷങ്ങളായി. ഇതുവരെയും എനിക്ക് മറ്റൊരാളോട് ഈ സദ്വർത്തമാനം പറയുവാൻ, ഈ നല്ല വാർത്ത സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും. എന്താണ് ഞാൻ ചെയ്യുന്നത്? ബേത്ലഹേമിൽ വന്നു പറഞ്ഞ രക്ഷിതാവിനെ കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം ഒരു വ്യക്തിയോട് ഈ 2025 അവസാനിക്കാൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പായി ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ ഈ സത്യ വചനം, ഈ സുവിശേഷം അറിയിക്കും എന്ന് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ നമുക്ക് ഈ ചൈതന്യമുള്ള അതിമഹത്തായ വചനം നമുക്ക് പ്രഘോഷിക്കാം. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹപൂർണമായ പുതുവർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.